പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ സംരംഭകർക്ക് ദുബായ് പുതിയ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചു. വിവിധ ഫീസുകൾ ഒഴിവാക്കുന്നതും ഇളവ് നൽകുന്നതുമാണ് ഈ പാക്കേജ്. 150 കോടി ദിർഹത്തിന്റെ പാക്കേജാണ് ദുബായ് പ്രഖ്യാപിച്ചത്. യുദ്ധവും ഹോർമൂസിലെ സംഘർഷവും മൂലം പ്രതിസന്ധിയിലായ മേഖലകൾക്കുള്ള രണ്ടാമത്തെ സാമ്പത്തിക ഉത്തേജക പാക്കേജാണ് ദുബായ് പ്രഖ്യാപിച്ചത്. ടൂറിസം, വ്യാപാരം, വിദ്യാഭ്യാസം, കസ്റ്റംസ് മേഖലകളെയാണ് ഇത്തവണ ചേർത്ത് നിർത്തുന്നത്. ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും ഈടാക്കുന്ന ടൂറിസം ദിർഹത്തിന് ഇളവ് പ്രഖ്യാപിച്ചു. വിവിധ തരത്തിലുള്ള മുനിസിപ്പാലിറ്റി ഫീസിലും ഇളവുണ്ട്. ടൂറിസ്റ്റുകളുടെ വരവ് കുറഞ്ഞതോടെ പ്രതിസന്ധി അനുഭവിക്കുന്ന ഹോസ്പിറ്റാലിറ്റി രംഗത്തിന് പുതിയ പാക്കേജ് ആശ്വാസമാകും. നിലവിലെ സാഹചര്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുള്ള പെർമിറ്റ് ഫീസ്, ക്യാൻസലേഷൻ ഫീസ്, പരിപാടികൾ മാറ്റിവെക്കുന്നതിനുള്ള ഫീസ് എന്നിവയിലും ഇളവ് ലഭിക്കും. വാണിജ്യ മേഖലയിൽ മുഹമ്മദ് ബിൻ റാഷിദ് SME എസ്റ്റാബ്ലിഷ്മെന്റിന് കീഴിലെ അംഗത്വ ലൈസൻസ് 2 വർഷത്തേക്ക് നീട്ടിക്കൊടുക്കും. ഇതിന് പ്രത്യേകം ഫീസ് അടയ്ക്കേണ്ടതില്ല. സെയിൽസ്, പ്രൊമോഷൻ, ഓഫറുകൾ എന്നിവയെ വിവിധ ഫീസുകളിൽ നിന്നും ഒഴിവാക്കി. സാധനങ്ങളുടെ വിതരണ കോൺട്രാക്റ്റുകൾക്കുള്ള സെക്യൂരിറ്റി തുക 10 നിന്നും 2% കുറച്ചു. നേരത്തെ നൽകിയ 100 കോടി ദിർഹത്തിന് പുറമെയാണ് പുതിയ 150 കോടി ദിർഹത്തിന്റെ സഹായം. 3 മുതൽ 12 മാസം വരെ നീണ്ടു നിൽക്കുന്നതാണ് പുതിയ സാമ്പത്തിക പാക്കേജ്. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് വലിയ ആശ്വാസമാകുന്ന പ്രഖ്യാപനം നടത്തിയത്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.